മോർണിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ അടുത്ത ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. ഒന്നും രണ്ടും എല്ലാം ചെറിയ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിനേക്കാളും ചെറിയ ചാപ്റ്ററാണ്. പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പം തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്താ? നമ്മൾ പെട്ടെന്ന് പാഠത്തിലേക്ക് കിടക്കാം. ഇന്ന് 2 ക്ലാസ് കൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നമുക്ക് തീർക്കണം. അടുത്ത ദിവസം മുതൽ നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പെട്ടെന്ന് ഈ 2 ക്ലാസ് കൊണ്ട് തന്നെ ഇന്നത്തെ രണ്ട് ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് തീർക്കേണ്ടതാണ്. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് വന്നിട്ടില്ല. അത് കറക്റ്റായിട്ട് അതുകൂടി കാണാം. അതുകൂടി കാണുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് കുറച്ച് തിയറി ബേസാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഗവൺമെൻറ് ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം കൂടി ഒരുമിച്ചാണ്. എങ്ങനെയായാലും നമുക്ക് പ്രശ്നമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഒരു ഓർഡറിലാണ് നമ്മൾ പറയുന്നത്. 3 ഹെഡിങ്ങിലായിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. എന്താണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്? തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്താ? ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടും ഈ പ്രൊഫഷനെ, അക്കൗണ്ടിങ് എന്നുള്ള പ്രൊഫഷനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും സുതാര്യമാവണം. ഈ പ്രൊഫഷൻ വളരെ സുതാര്യമാവണം. ഇതിൻ്റെ ഇൻഫർമേഷൻ വളരെ സുതാര്യമാവണം എന്നുള്ളതെല്ലാം തന്നെ നിർബന്ധമാണ്. അതേപോലെ തന്നെ നമുക്ക് കമ്പയറബിലിറ്റി, നമ്മളൊരു ക്വാളിറ്റിയാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കമ്പയറബിലിറ്റി. അപ്പം നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എല്ലാം തന്നെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ള ഫേംസിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷനുമായിട്ട്. ലോകമെമ്പാടുമുള്ള അക്കൗണ്ടിങ് ഫേംസിൻ്റെ, ഒരേപോലുള്ള ഫിനാൻസിൻ്റെ അക്കൗണ്ടിങ് ഫേംസ് അല്ലെങ്കിൽ ബിസിനസ് ഫേംസിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളത്. അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ, അക്കൗണ്ടൻസി പഠിക്കുന്ന എല്ലാവരും തന്നെ ഇത് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആണ്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും എല്ലാം തന്നെ പഠിക്കുന്ന ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇത് ഫോളോ ചെയ്യാനായിട്ട് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ, അസംഷൻസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് നിർബന്ധിതരാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു, ഗ്യാപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാവുന്നതിന് മുമ്പ് പലരും പല രീതിയിലും അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർക്കും ഇഷ്ടമായ രീതിയിൽ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള അക്കൗണ്ടിങ് തട്ടിപ്പുകൾ നടക്കാനായിട്ട് പല സ്ഥാപനങ്ങളും അക്കൗണ്ടിങ് തട്ടിപ്പുകൾ, പലതരത്തിലുള്ള അക്കൗണ്ടിങ് ഫ്രോഡ്സും നടത്താനായിട്ട് ശ്രമിച്ചു. അപ്പം അതിനെ തുടർന്നാണ് ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ഗ്യാപ്പ് എന്നുള്ള ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഇത് വന്നു. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ആദ്യം തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്നുള്ളത് നോക്കാം. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് കൺസിസ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്, റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് ഡെവലപ്ഡ് ടു ബ്രിങ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ടു ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. പറഞ്ഞ പോലെ തന്നെ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് വർക്കിൽ എല്ലാം തന്നെ ഒരു യൂണിഫോമിറ്റി, അതേപോലെ തന്നെ കൺസിസ്റ്റൻസി, ഒരേപോലെയുള്ള കാര്യങ്ങൾ, കൺസിസ്റ്റൻസി ടു ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് പ്രോസസ്സിൽ ഒരു യൂണിഫോമിറ്റി എല്ലാ
എല്ലാ സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടിങ് പ്രോസസ്സ് ഒരേപോലെ ആക്കുക എന്നുള്ളതും ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ്, റൂൾസ്, റെഗുലേഷൻസ്, കൺസെപ്റ്റ്, അസംഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് വർക്കുകളെല്ലാം തന്നെ ഒരേപോലെ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ് വർക്കുമായി ബന്ധപ്പെട്ട ആളുകളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അക്കൗണ്ടിങ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. നമ്മൾ എവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതെല്ലാം തന്നെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു നിർബന്ധിതരാണ്. അപ്പോൾ അവിടുത്തെ ഓണറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളോട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇതാണ് ഫോളോ ചെയ്യാനായിട്ട് നിർബന്ധിതരായിട്ട്. ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഈ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഫോളോ ചെയ്യാൻ നിർബന്ധിതരാണ്. അപ്പം ആദ്യമായിട്ട് GAAP, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. GAAP എന്നാണ് പറയുന്നത്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ലോകമെമ്പാടുമുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള ആൾക്കാർ, അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. GAAP എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. GAAP എന്ന പേരിൽ അറിയപ്പെടുന്നു. ടു എൻഷുർ യൂണിഫോമിറ്റി, ഇതിന്റെ ഉദ്ദേശം എന്താണ്? ടു എൻഷുർ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് procedures and methods, certain accounting principles are being accepted by accountants all over the world. യൂണിഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അക്കൗണ്ടിങ് വർക്കിൽ യൂണിഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അക്കൗണ്ടിങ് വർക്കിൽ നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ്, ഓരോരുത്തരും ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അതിലെല്ലാം തന്നെ മെത്തേഡ്സ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ പല ആൾക്കാരും പല രീതിയിൽ ചെയ്യും. അപ്പം അതിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്ന ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ യൂണിഫോമിറ്റി ഉണ്ടാവാത്ത ഒരു പ്രശ്നം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ള പേരിൽ ഇത് വന്നിരിക്കുന്നത്. ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ആർ ടേംഡ് ആസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടും. റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്, ഈ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബാധകമായ കുറേ റൂൾസും ഗൈഡ് ലൈൻസും ഈ രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് തരികയാണ്. അത് നമ്മൾ പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്, റൂൾസും അതേപോലെ തന്നെ ഗൈഡ് ലൈൻസ് അത് നമുക്ക് തന്നിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള അക്കൗണ്ടൻസിന്റെ ഒരു അസോസിയേഷൻ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് പ്രകാരം നമ്മളത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് IFRS എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതേപോലെ തന്നെ IAS എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതേപോലെ തന്നെ IFRS. എല്ലാ രാജ്യങ്ങളിലും ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതെല്ലാം തന്നെ ഇവിടെ നമ്മളെല്ലാം ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പ്രിൻസിപ്പിൾസ് ആർ ഓൾസോ റെഫേർഡ് ആസ് കൺസെപ്റ്റ് ആൻഡ് കൺവെൻഷൻസ്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ പ്രിൻസിപ്പിൾസിനെ കൺസെപ്റ്റായിട്ടും അതേപോലെ കൺവെൻഷനായിട്ടും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കറക്റ്റായിട്ടൊരു ഗൈഡ് ലൈൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്നുള്ളത് നോക്കാം. ഇവിടെ 13 കാര്യങ്ങളാണ് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി, ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെന്റ്, അതേപോലെ തന്നെ ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ, റവന്യൂ റിക്കഗ്നിഷൻ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺവേർഷൻ, പ്രൂഡൻസ് പ്രിൻസിപ്പിൾ, മെറ്റീരിയാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, അങ്ങനെ 13 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആയിട്ട് പഠിക്കും. ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള, ഇത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഈ 13 കാര്യങ്ങളാണ്.
ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. അതിലൊന്നാമത്തെ നോക്കാം, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഒന്നാമത്തെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുള്ളത്. അതിന്റെ കാരണം താഴെ എഴുതിയിരിക്കുന്നു നോക്കാം. എൻറ്റിറ്റി ഓഫ് ബിസിനസ് ഈസ് ഡിഫറെന്റ് ഫ്രം ഹിസ് ഓണേഴ്സ്. ബിസിനസ് ആൻഡ് ബിസിനസ് ഓണർ ഈസ് ഡിഫറെന്റ്. ബിസിനസ് ഈസ് ഡിഫറെന്റ് ഫ്രം ഹിസ് ഓണർ. അതാണ് ഇവിടെ പറയുന്നത്. ബിസിനസ്സും ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് ആണ്. ഇവർ തമ്മിൽ ഇയാൾ ക്യാപിറ്റൽ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓണർ അല്ല. അതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസിന്റെ ഓണറാണ്. ഓണർ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് അല്ല. ഓണർ എന്ത് ചെയ്യുന്നു? അവിടെ പുറത്തുനിന്ന് പൈസ കൊണ്ടുവന്ന് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെന്ന് മാത്രമാണ്. ബിസിനസ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ബിസിനസ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അത് ഓണർ എന്ത് ചെയ്തു? ഓണർ അതിൽ നിന്ന് സെപ്പറേറ്റ് ആണ്. ഓണർ വേറെയാണ്. ഓണർ അതിലേക്ക് പൈസ കൊണ്ടുവന്നു എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബിസിനസ്സും ഇതിന്റെ ഓണറും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പൈസ തന്ന് സഹായിച്ച ഒരാളാണ് ഓണർ. ബിസിനസ്സിന് പൈസ തന്ന് സഹായിച്ച ആളാണ് ഓണർ, അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ബിസിനസ് എന്ത് ചെയ്യണം? ഈ ഓണർക്ക് പൈസ കൊടുക്കാണ്. അയാൾ ഇങ്ങോട്ട് പൈസ തന്നു. അതുകൊണ്ട് തന്നെ അയാൾ എത്ര രൂപയാണ്? 10 ലക്ഷം രൂപയാണ് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ 10 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാറുണ്ട്. ഒരു ക്രെഡിറ്ററാണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ക്രെഡിറ്ററാണ്, ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. അയാൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ 10 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ബിസിനസ്സിലിരിക്കുന്ന അക്കൗണ്ടന്റ് ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. ബിസിനസ്സിലിരിക്കുന്ന ഒരു അക്കൗണ്ടന്റ് ചിന്തിക്കേണ്ടത് ഈ രീതിയിലാണ്. ബിസിനസ്സും ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് ആണ്. അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അയാൾ നമ്മുടെ ഒരു ബാധ്യതയാണ്. അയാൾക്ക് ഒരു പൈസ കൊടുക്കാണ്. 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപ അയാൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കാനുണ്ട്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ബന്ധവും അയാളുമായിട്ട് നമുക്കില്ല എന്നുള്ള രീതിയിൽ വേണം അവിടെ ഇരിക്കുന്ന ഒരു അക്കൗണ്ടന്റ് ചിന്തിക്കുന്നത്. നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ബിസിനസ്സും ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അയാളൊരു ബാധ്യതയാണ്. അപ്പം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിന് വേറൊരു പേര് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി, ഇപ്പോൾ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. അപ്പം ബിസിനസ്സും ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി എന്നൊക്കെ നമ്മൾ പേര് വിളിക്കാറുണ്ട്. അപ്പം ബിസിനസ്സും ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് ആണ്. ബിസിനസ്സിലേക്ക് അയാൾ പൈസ കൊണ്ടുവന്നുള്ള ഒരു കാര്യം മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ക്രെഡിറ്ററാണ് അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടത്. നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്ര 10 ലക്ഷം രൂപയാണ് അയാൾ കൊണ്ടുവന്നെങ്കിൽ 10 ലക്ഷം രൂപയുടെ കടക്കാരനാണ് അയാൾക്ക് പൈസ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അയാളെ ബിസിനസ്സിനുള്ളിൽ ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ കണക്കാക്കാനായിട്ട് സാധിക്കില്ല. ബിസിനസ്സും ബിസിനസിന്റെ ഓണറും ഒന്നല്ല, അത് സെപ്പറേറ്റ് ആണ്. അയാൾ വേറെ ഒരാളാണ്. ബിസിനസ് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നും നമ്മൾ പറയാറ്. അപ്പം ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ബിസിനസിന്റെ ഓണർ എന്ന് പറയുന്നത് അയാൾ പൈസ തന്നു സഹായിച്ചു എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ഒന്നാമത്തെ കൺസെപ്റ്റായിട്ടുള്ള ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഇതില് നോക്കാം. ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഓൺലി ആർ റെക്കോർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പണപരമായ ട്രാൻസാക്ഷൻ മാത്രം, പണപരമായ ഇടപാടുകൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. പണപരമായ മൂല്യമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് 50 ലക്ഷത്തിന്റെ ബിൽഡിംഗ്, വെഹിക്കിളിന് 5 ലക്ഷം രൂപയുടെ ഒരു വെഹിക്കിൾ, ഇത് രണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് പണപരമായ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. ട്രാൻസാക്ഷൻ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി, പണപരമായി നമുക്ക് അളക്കാൻ പറ്റുന്ന, മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി, പണപരമായി നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൽ ആ ബിസിനസ്സിലെ ഒരു ജീവനക്കാരൻ നല്ല ഭയങ്കര ആത്മാർത്ഥതയായിട്ട് വർക്ക് ചെയ്യുന്നു. അയാളുടെ കഴിവുകൊണ്ടാണ് കൂടുതൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം അയാൾ എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിനോട് നന്നായിട്ട് സംസാരിക്കുന്നു,
അതെന്ത് ചെയ്യുന്നത്, ഓരോരുത്തർക്കും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സ് ആ ഷോപ്പിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ അത് ആ കച്ചവടക്കാരൻ്റെ ആ ഷോപ്പിലെ ആ ജീവനക്കാരൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് കസ്റ്റമേഴ്സ് അങ്ങോട്ട് വരുന്നതും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടും ആ സ്ഥാപനത്തിന് സാധിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അയാളുടെ ആ സിൻസിയറിറ്റി അല്ലെങ്കിൽ അയാളുടെ ആത്മാർത്ഥത ഒന്നും തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പണപരമായ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രം, അയാളുടെ ആത്മാർത്ഥത കൊണ്ട് നമുക്ക് എത്രമാത്രം സെയിൽസ് ഉണ്ടായി ആ സെയിൽസിന്റെ എമൗണ്ട് നമുക്ക് എഴുതാമെന്നല്ലാതെ ഇയാളുടെ ആത്മാർത്ഥതയ്ക്ക് ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം പണപരമായ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ എന്നതാണ് ഈ കൺസെപ്റ്റിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണർ സെപ്പറേറ്റ് ആണ്. അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതില്ല, അയാൾ സെപ്പറേറ്റ് വ്യക്തിയാണ്. അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളൊരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. ബിസിനസ്സിന് ഓണറാണ്, പക്ഷെ നമുക്ക് അയാൾ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവന്നു, അയാൾക്ക് പൈസ കൊടുക്കാനുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. രണ്ടാമത്തെ മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കുന്നതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം നമുക്ക് പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം, ഒന്നും തന്നെ ഒഴിവാക്കാൻ പാടില്ല. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത്തെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇത് പ്രകാരം ദി ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ബിസിനസ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് in the near future. അപ്പം അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലൊന്നും തന്നെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ വേണം ചിന്തിക്കാനായിട്ട്. എപ്പോഴും ബിസിനസ് കുറേ കാലം കണ്ടിന്യൂ ചെയ്യും. സമീപ ഭാവിയിൽ ഒന്നും തന്നെ ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കുറേ കാലം ബിസിനസ് ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യും എന്ന രീതിയിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ബിസിനസ് അടുത്ത് തന്നെ നിർത്താൻ പോവായിരിക്കും, പക്ഷെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. എന്ത് ചെയ്യുന്നു, കുറേ കാലത്തേക്ക് 10-20 വർഷത്തേക്ക് കണ്ടിന്യൂ ആയിട്ട് ഇത് ചെയ്തുകൊണ്ട് പോകും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. അക്കൗണ്ടന്റായിട്ട് അവിടെ ഇരിക്കുന്ന നമ്മളുടെ ചിന്തയിൽ ആ രീതിയിൽ വേണം ചെയ്യാൻ. ദി ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം ഓർ ബിസിനസ് ഈസ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. അല്ലെങ്കിൽ സമീപ ഭാവിയിൽ ഒന്നും തന്നെ ഈ ബിസിനസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല, ഇത് കുറേ കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യും, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ ചിന്തിക്കാനും അതേപോലെ തന്നെ എഴുതാനും. അതിനു വേണ്ടിയിട്ടാണ് ചാർജിങ് ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന്റെ തേയ്മാനം മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ രീതിയിലാണ് നോക്കുക. അത് പിന്നീട് അടുത്ത ചാപ്റ്ററിലും അതിന് പിന്നീടൊക്കെയാണ് ഡിപ്രീസിയേഷനെ കുറിച്ചെല്ലാം പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്താണെന്നുള്ളത്, ഫിക്സഡ് അസറ്റിന്റെ തേയ്മാനത്തെ കുറിച്ചാണ് ഡിപ്രീസിയേഷൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഇത് ഈ കൺസെപ്റ്റ് പ്രകാരമാണ് ഫിക്സഡ് അസറ്റിന്റെ തേയ്മാനവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണക്കാക്കുന്നത് ഈ കൺസെപ്റ്റ് പ്രകാരമാണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. ബിസിനസ് സമീപ ഭാവിയിൽ ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, കുറേ കാലം ബിസിനസ് ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതി അസംഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വർക്ക് ചെയ്യാനായിട്ട്, അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ മൂന്നാമത്തെ കൺസെപ്റ്റ് ഇതാണ്, ഗോയിങ് കൺസെപ്റ്റ്. മൂന്നാമത്തെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. രണ്ടാമത്തെ കൺസെപ്റ്റ് പ്രകാരം മണി മെഷർമെന്റ് ആണ്. പണപരമായി അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പാടുള്ളൂ. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സമീപ ഭാവിയിൽ ഒന്നും നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഇറ്റ് വിൽ ഗോ ഓൺ, കുറേ കാലത്തേക്ക് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്, ഗോയിങ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. നാലാമത്തെ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. The period of interval for which accounts are prepared to know the profit or loss and the financial position of the business. ഇവിടെ പ്രകാരം the period of interval for which accounts are prepared to know the profit or loss and the financial position of the business. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മളതിൻ്റെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു,
ബിസിനസിന്റെ അക്കൗണ്ട്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് പുറകോട്ട് നോക്കിയിട്ട് എത്രയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, എത്ര പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഇന്റർവെല്ലിൽ കൊടുക്കണം. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബിസിനസിന്റെ അക്കൗണ്ട്സ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി 1-ാം തീയതി മുതൽ, ഇപ്പം ഏപ്രിൽ 1-ാം തീയതി മുതൽ മാർച്ച് 31 കാണിക്കണം. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31, ചില സ്ഥാപനങ്ങളിൽ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ, ഒരു വർഷ കാലയളവ്. ആ രീതിയിൽ എന്ത് ചെയ്യും, ആ കാലയളവിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്, എന്താണ് നമ്മുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, അതിനെക്കുറിച്ചെല്ലാം തന്നെ വ്യക്തമായ ഒരു കണക്ക് ഉണ്ടാക്കണം എന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ബിസിനസ് ഗോ ഓൺ ഫോർ എ ലോങ് ടൈം, ബിസിനസ് കുറേ കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യും. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർഷം കൂടുമ്പോൾ ബിസിനസ് എന്ത് ചെയ്യണം, ബിസിനസ്സിലെ എത്രമാത്രം നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, എത്രമാത്രം ലോസ് ഉണ്ട്, ഫൈനാൻഷ്യൽ പൊസിഷൻ എത്ര ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ലയബിലിറ്റി എത്രയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ അസറ്റുകൾ എത്രയാണെന്നുള്ളതെല്ലാം ഒരു കണക്ക് ഉണ്ടാക്കുന്നതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ക്വാർട്ടർലി ആണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പം 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പം ഈ ഫൈനാൻഷ്യൽ പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു വർഷം കൂടുമ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരുത്താനുള്ള സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം പല സ്ഥാപനങ്ങൾ, വലിയ വലിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴൊക്കെ തന്നെ അവരുടെ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷനും അതേപോലെ തന്നെ പ്രോഫിറ്റും ലോസും എല്ലാം തന്നെ അസസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ ചേഞ്ചസ് വരുത്താനായിട്ട് എളുപ്പമാണ്. ലോസിലേക്ക് വരികയാണെങ്കിൽ അത് പ്രോഫിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ബിസിനസിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നുള്ളതിനെക്കുറിച്ചും ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രയാണെന്നുള്ളതും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് എന്താണെന്നുള്ളതും അതേപോലെ ഫൈനാൻഷ്യൽ പൊസിഷൻ എത്രയാണെന്നുള്ളതും നമ്മൾ അസസ് ചെയ്യണമെന്നതാണ് ഇവിടെ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അപ്പം ദി പീരീഡ് ഓഫ് ഇന്റർവെൽ ഫോർ വിച്ച് accounts are prepared to know the profits or loss and the financial position of the business. ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷനും അതുപോലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബിസിനസ് എന്ത് ചെയ്യണം, ഇത്ര കാലം കൂടുമ്പോൾ ബിസിനസിന്റെ ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. 4ാമത്തെ കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്നുള്ള പറയുന്നത്. 4 കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ബിസിനസ്സും ബിസിനസിൻ്റെ ഓണറും സെപ്പറേറ്റ് ആണെന്നുള്ള രീതിയിലുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. പണപരമായ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മെഷർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. 3ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗോയിങ് കൺസെപ്റ്റാണ്. ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ബിസിനസ് കുറേ കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്യും. സമീപഭാവിയിൽ നിന്നും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറേ കാലത്തേക്ക് ബിസിനസ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള അസംഷനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഗോയിങ് കൺസെപ്റ്റ്. 4ാമത്തത് അക്കൗണ്ടിങ് പീരീഡാണ്. അക്കൗണ്ടിങ് പീരീഡ് ഇപ്പോൾ ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ബിസിനസ് എന്ത് ചെയ്യണം, ബിസിനസിൻ്റെ ആ കഴിഞ്ഞ 1 വർഷത്തെ ഫൈനാൻഷ്യൽ പൊസിഷൻ അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് റിസൾട്ടും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കും. എന്നാൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓണേഴ്സിനും മറ്റു കാര്യങ്ങൾക്ക് അതേപോലെ മറ്റ് യൂസേഴ്സിനും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിൽ ഈ രീതിയിൽ ബിസിനസിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷനും അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അതുപോലെ എന്ത് ചെയ്യാം, 3 മാസം കൂടുമ്പോഴാവും, 4 മാസം കൂടുമ്പോഴാവും, 6 മാസം കൂടുമ്പോഴും ഒക്കെ പല സ്ഥാപനങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നത്. പക്ഷേ ഈ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. 1 വർഷം കൂടുമ്പോഴെങ്കിലും ഈ രീതിയിൽ അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷനും ഓപ്പറേറ്റിംഗ് റിസൾട്ടും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അടുത്തത് കോസ്റ്റ് കൺസെപ്റ്റാണ്. കോസ്റ്റ് കൺസെപ്റ്റ് 5ാമത്തെ കോസ്റ്റ് കൺസെപ്റ്റാണ്. ഒരു വണ്ടിയുടെ കൺസെപ്റ്റ് നമുക്ക് കാണാം. കോസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ദി കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്നുള്ള പേരും പറയാറുണ്ട്. എന്തെങ്കിലും പറയാം, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ which has been paid on the date of acquisition and does not change year after year. അപ്പം ഇവിടെ പറയുന്നത് കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് നമ്മൾ എഴുതുന്നത്. ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, വെഹിക്കിൾ ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ കോസ്റ്റ് എത്ര രൂപയാണ് നമുക്ക് വില ആയത് അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്നുള്ളതാണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ല. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ലാൻഡ് വാങ്ങി 10 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങി, പക്ഷെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ് ഇപ്പോൾ.
പക്ഷെ അതല്ല നമ്മൾ എഴുതുന്നത്. നമ്മൾ എത്ര രൂപയാണോ നമ്മൾ സ്പെൻഡ് ചെയ്തത്, നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കൺസെപ്റ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ ചിലവായി, നമ്മുടെ കയ്യിൽ നിന്ന് ആ വണ്ടി അല്ലെങ്കിൽ ലാൻഡ് വാങ്ങാൻ വേണ്ടി എത്ര ചിലവായി, അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. വണ്ടി വാങ്ങാനായിട്ട് ഇങ്ങനെ ഒരു വണ്ടി വാങ്ങാനായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അന്ന് വളരെ കുറഞ്ഞ സംഖ്യ ആയിട്ടുണ്ടാവും. ഇപ്പം അത് വളരെ വലിയ സംഖ്യ ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അതിന് തീരെ വിലയില്ലാത്തൊരു ഇതായിരിക്കും. പക്ഷെ നമ്മൾ അന്ന് വാങ്ങിയ പൈസയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് എത്രമാത്രം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി എന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് അല്ല നമ്മൾ നോക്കേണ്ടതെന്നുള്ളതാണ് ഇത് പറയുന്നത്. ദിസ് കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ നേച്ചർ വിച്ച് ഹാസ് ബീൻ പെയ്ഡ് ഓൺ ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ഡേറ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പർച്ചേസ് ആണ്. ഈ അസറ്റ് പർച്ചേസ് സമയത്ത് എത്ര പൈസ നമുക്കായോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇപ്പോൾ അതിന്റെ മാർക്കറ്റ് വില അല്ലെങ്കിൽ ഇയർ ആഫ്റ്റർ ഇയർ അതിന്റെ വില കൂടിക്കൊണ്ടോ കുറഞ്ഞിരിക്കുകയോ ചെയ്യും. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, വാങ്ങിയ സമയത്ത് അതിന്റെ വില എത്രയാണോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം ഇതിൽ പറയുന്നത്. അടുത്ത ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ ആണ്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനുകളിലും ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പറയുന്നത്. ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ രണ്ട് ആസ്പെക്റ്റാണ്. ഒന്ന് ഗിവിംഗ് ആസ്പെക്റ്റും ഒന്ന് റിസീവിംഗ് ആസ്പെക്റ്റും. അതാണ് ഡ്യുവൽ ആസ്പെക്ട്. എവറി ട്രാൻസാക്ഷൻ ഹാസ് two aspects, receiving aspect and giving aspect. For every debit there is a corresponding credit. Debit aspect, credit aspect എന്നുള്ള പേരിൽ അറിയപ്പെടും. അടുത്ത ചാപ്റ്ററിലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൽ ഒരു ഗിവിംഗ് ആസ്പെക്റ്റും റിസീവിംഗ് ആസ്പെക്റ്റും ഉണ്ട്. ഇവിടെ ഒരു ഗിഫ്റ്റ് ഒരാൾ കൊടുക്കുന്നു, അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഗിവിംഗ് ആണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടി ആ ഗിഫ്റ്റ് വാങ്ങും, അതിനെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് റിസീവിംഗ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആണ് ഇവിടെ. ഒരാള് ഒരു ഗിഫ്റ്റ് ആ കുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ആണ്. കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് അത് മാറുക, ആ സാധനം മാറുക. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇയാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു റിസീവിംഗ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പം എല്ലാ ട്രാൻസാക്ഷനിലും ഒരു ഗിവിംഗ് ആസ്പെക്റ്റും റിസീവിംഗ് ആസ്പെക്ട്. എക്സാമ്പിൾ ആയിട്ട് റെന്റ് പേ ചെയ്യും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പേയ്മെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കും. അതേസമയം തന്നെ മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് റിസീവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും ഒരു ഗിവിംഗ് ആസ്പെക്റ്റും റിസീവിംഗ് ആസ്പെക്റ്റും. ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യും, ഒരു മെഷീനറി നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യും. അതിലും രണ്ട് ആസ്പെക്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് റിസീവിംഗ് ആസ്പെക്ട് എന്താണ്, മിഷനറി നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ് റിസീവിംഗ് ആസ്പെക്ട്. ഗിവിംഗ് ആസ്പെക്ട് എന്താണ്, ആ മിഷനറിക്ക് 5 ലക്ഷം രൂപയായിട്ടുണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ് ഗിവിംഗ് ആസ്പെക്ട് ആയിട്ട് പറയുന്നത്. ഏത് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിൽ രണ്ട് ആസ്പെക്ട് ഉണ്ടെന്നുള്ളതാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ പഠിക്കുന്നത്. ഗിവിംഗ് ആസ്പെക്റ്റും റിസീവിംഗ് ആസ്പെക്ട്. ഒരു മിഷനറി പർച്ചേസ് അല്ലെങ്കിൽ ഫർണിച്ചർ അല്ലെങ്കിൽ വെഹിക്കിൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ വാങ്ങും. ആ വണ്ടി വാങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ച റിസീവിംഗ് ആസ്പെക്ട് ആയിട്ട് വണ്ടി നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അതിന് പകരമായിട്ട് ഗിവിംഗ് ആസ്പെക്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിന് പകരമായ 5 ലക്ഷം രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അത് റിസീവിംഗ് ആസ്പെക്ട് ആണ്. അപ്പം ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ടാവും. ഒന്നിനെ ഡെബിറ്റ് ആസ്പെക്ട് എന്നും ഒന്നിനെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്നും ആണ് നമ്മൾ പറയാറ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം കണക്കാക്കേണ്ടത് ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ബിസിനസ് ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്റ്റും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന് റിസീവിംഗ് ആസ്പെക്റ്റും ഒന്ന് ഗിവിംഗ് ആസ്പെക്റ്റും. അങ്ങനെ രണ്ട് ആസ്പെക്ട് ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അതിലുണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മെഷീനറി പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും വണ്ടി പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും അതേപോലെ എന്തെങ്കിലും സാധനം വിൽക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ഉണ്ടാക്കിയൊരു ഗുഡ്സ്, ഒരു പേന, നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ നമ്മൾ പേന വിൽക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയൊരു പേനയാണ്, ആ പേന വിൽക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, ഗിവിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പേന കൊടുക്കുന്നതാണ്. അതിന് പകരമായിട്ടോ ഈ പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ ആ 10 രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടും. അതാണ് എന്നെ സംബന്ധിച്ച റിസീവിംഗ് ആസ്പെക്ട്. ഗിവിംഗ് ആസ്പെക്ട് ഈ പേന അങ്ങോട്ട് കൊടുക്കലും അതിന് പകരമായി എനിക്ക് ഇങ്ങോട്ട് 10 രൂപ കിട്ടുന്നത് റിസീവിംഗ് ആസ്പെക്ട്. അപ്പം
എല്ലാ ട്രാൻസാക്ഷനിലും നമുക്ക് ഗീവിങ് ആസ്പെക്റ്റും റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഏഴാമത്തെ പ്രിൻസിപ്പിൾ റവന്യൂ റെക്കഗ്നീഷൻ. ക്രെഡിറ്റ് എന്നൊരു എക്സാമ്പിളാണ്. റവന്യൂ ഏൺഡ് ഓർ റിക്കഗ്നൈസ്ഡ് അറ്റ് ദി പോയിന്റ് ഓഫ് സെയിൽ. ഇതാണ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സെയിൽസ് ഈസ് റെക്കോർഡ് വെൻ ദി ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്യാഷ് ഓർ ക്രെഡിറ്റ്. റെന്റ് റിസീവബിൾ ഫോർ ദി കറന്റ് ഇയർ ഈസ് റെക്കോർഡഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിസീവ്ഡ്. റവന്യൂ റെക്കഗ്നീഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ, ഇപ്പോൾ സെയിൽസ് ആണെങ്കിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിൻ്റെ പൈസ നമുക്ക് പിന്നീടായിരിക്കും നമുക്ക് കിട്ടുന്നത്, എന്നാൽ കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. പൈസ അയാൾ പറയുന്നു നാളെ തരാം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറയും. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതോടുകൂടി നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. പക്ഷെ അതിൻ്റെ പൈസ കിട്ടുന്ന അടുത്ത മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് മറ്റേ ആളുടെ കയ്യിലേക്ക് ഓണർഷിപ്പ് മാറുന്ന എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതുപോലെ റെന്റിന്റെ എക്സാമ്പിൾ പറഞ്ഞു. റെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പേ ചെയ്യാൻ നമുക്ക് ഇങ്ങോട്ട് റെന്റ് കിട്ടാനുണ്ടെന്ന് വിചാരിക്കും. റെന്റ് റിസീവ്, നമുക്ക് റെന്റ് നമ്മൾ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തു, റെന്റ് കിട്ടാനും. പക്ഷെ അയാൾ കറക്റ്റായിട്ട് ആ സമയത്ത് റെന്റ് തന്നില്ല. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. റെന്റ് എന്ത് ചെയ്യണം? 2-ാം തീയതിയാണ് തരാനുണ്ടെങ്കിൽ 2-ാം തീയതി നമ്മൾ എഴുതണം ഇയാൾ റെന്റ് തന്നു എന്നല്ല, തരാനുണ്ട് എന്ന് പറഞ്ഞു തരണം. അയാളുടെ പിന്നീടായിരിക്കും തരുന്നത്, അയാളുടെ അടുത്ത് പിന്നീട് മേടിക്കും. അങ്ങനെ ആ രീതിയിലേക്കാണ്. പിന്നീട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ ഇതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഏത് കാര്യമാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ആ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണം. പൈസ നമുക്ക് കിട്ടിയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കടമായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങി, നമ്മൾ അതിന്റെ പൈസ കൊടുത്തിട്ടില്ല, എന്നാലും നമ്മൾ റെക്കോർഡ് ചെയ്യണം. പൈസ പിന്നീടാണ് കൊടുക്കുന്നതെങ്കിൽ കൂടി നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അത് റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അതാണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. നമ്മുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് മാത്രം. ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ടൈറ്റിൽ അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിന്റെ പൈസ നമ്മൾ കൊടുത്തോ അല്ലെങ്കിൽ പൈസ ഇങ്ങോട്ട് കിട്ടിയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ നോക്കുക. ആ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണെന്നതാണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ. നമ്മൾ അനുസരിക്കാനായിട്ട് വളരെയധികം ബാധ്യസ്ഥരായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ക്യാഷ് കിട്ടിയോ ക്യാഷ് കൊടുത്തോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഓണർഷിപ്പ് നമുക്ക് കിട്ടിയോ അല്ലെങ്കിൽ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് മറ്റേ ആളുടെ കയ്യിലേക്ക് പോയോ അത് മാത്രം നോക്കിയാൽ മതി. ക്യാഷ് പിന്നീടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഓണർഷിപ്പ് ഈ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് മാറിയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. റവന്യൂ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾ അതാണ് പറയുന്നത്. അടുത്ത 8ാമത്തെ മാച്ചിങ് പ്രിൻസിപ്പിളാണ്. ഇവിടെ എക്സ്പെൻസ് റവന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ നമുക്ക് കാണാം. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ്. നമുക്ക് നേരത്തെ തന്നെ അറിയുന്നതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകം, നമുക്ക് ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാലാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇൻകം എത്രയാണോ ഇൻകം, ഒരു 5 ലക്ഷം രൂപയാണ് ഇൻകം, അതിൽ നിന്ന് 2 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ്. 5 ലക്ഷം രൂപ നമുക്ക് ഇൻകം അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 3 ലക്ഷം രൂപയാണ്. അത് പ്രോഫിറ്റ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായി സാധിക്കും. എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനുവരി 1-ാം തീയതി 2020 ജനുവരി 1 മുതൽ 2020 ഡിസംബർ 31 വരെയുള്ള ഒരു പീരീഡാണ് എടുക്കുന്നതെങ്കിൽ ആ പീരീഡിലെ നമുക്ക് കിട്ടിയിരിക്കുന്ന വരുമാനവും ആ പീരീഡിൽ നമുക്ക്
നമ്മൾ ചിലവാക്കിയ പൈസയും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാച്ച് ചെയ്യേണ്ടത് എപ്പോഴും മാച്ച് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സമയത്തെ, അതായത് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിലെ വരുമാനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ കാലയളവിലെ തന്നെ എക്സ്പെൻസ് നമ്മൾ എടുക്കണം. ഇത് തമ്മിൽ വേണം കമ്പയർ ചെയ്യാനായിട്ട്. അപ്പം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 5 ലക്ഷം രൂപ നമുക്ക് വരുമാനം ഉണ്ട്, അല്ലെങ്കിൽ റവന്യൂ ഉണ്ട് എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള എക്സ്പെൻസുകൾ വേണം നമ്മൾ എടുക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറയ്ക്കണം. 5 ലക്ഷത്തിൽ നിന്ന് എക്സ്പെൻസ്, ആ കാലയളവിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണെങ്കിൽ അതിൽ നിന്ന് കുറയ്ക്കണം. അല്ലാതെ എന്ത് ചെയ്യണം? എക്സ്പെൻസ് എടുക്കുന്ന സമയത്ത് ജനുവരി 1 മുതൽ ഒക്ടോബർ വരെയോ, അല്ലെങ്കിൽ അടുത്ത ജനുവരിക്ക് വരെ, അടുത്ത ഫെബ്രുവരി വരെയോ അങ്ങനെയൊന്നും എടുക്കാനായിട്ട് പാടില്ല. അപ്പൊ കറക്റ്റ് എന്ന് മുതൽ എന്ന് വരെയാണ് റവന്യൂ എടുക്കുന്നത് നോക്കുക, അതേ കാലയളവിലെ എക്സ്പെൻസ് എടുക്കുക. എന്നിട്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. എന്നാലേ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം എക്സ്പെൻസ് ഇൻകേർഡ് ആൻഡ് അക്കൗണ്ടിംഗ് പീരീഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദി റവന്യൂ ഡ്യൂറിംഗ് ദി പീരീഡ്. ആ റവന്യൂ ആയിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഏത് പീരീഡിലെ ഇൻകം ആണോ എടുക്കുന്നത് അതേ പീരീഡിലെ തന്നെ എക്സ്പെൻസ് വേണം എടുക്കാനായിട്ട്. അത് തമ്മിൽ വേണം കമ്പാരിസൺ നടത്താനായിട്ട്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാനായിട്ട് പാടില്ല. ഇപ്പം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണെങ്കിൽ അതേ പീരീഡിലെ എക്സ്പെൻസും റവന്യൂ വേണം എടുക്കാനായിട്ട്. Expenses like salary, rent, insurance, depreciation, etc. should be recorded in the period to which they are related and not when they are paid. ചിലപ്പോൾ ഈ ഡിസംബർ മാസത്തെ എക്സ്പെൻസ് എടുക്കുന്ന സമയത്ത് ഡിസംബർ മാസത്തെ സാലറി ചിലപ്പോൾ പേ ചെയ്യുന്ന അടുത്ത ജനുവരി ആയിരിക്കും. അത് നോക്കേണ്ട ആവശ്യമില്ല. ശരിക്കും എന്ത് ചെയ്യണം? അത് ഇവിടേക്ക് കൊണ്ടുവരണം. എക്സ്പെൻസിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഡിസംബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ്. പൈസ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മാസത്തെ സാലറി ആണെങ്കിൽ, റെന്റ് ആണെങ്കിൽ അത് ഡിസംബറിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ഡിസംബറിലെ ഇൻകം ആയിട്ട്, അല്ലെങ്കിൽ ആ വർഷത്തെ ഇൻകം ആയിട്ട് കമ്പയർ ചെയ്യണം. ഈ വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ എടുക്കുന്ന സമയത്ത്, ഇൻകം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? ചില ഇൻകംസ് നമുക്ക് എന്ത് ചെയ്യും? ഈ മാസത്തെ അല്ലെങ്കിൽ ഡിസംബർ മാസം നോക്കുന്ന സമയത്ത് ഡിസംബറിലെ പല ഇൻകവും നമുക്ക് കിട്ടുന്നത് ജനുവരിയിലായിരിക്കും. കാരണം ഡിസംബറിൽ നമ്മളൊരു ഷോപ്പ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡിസംബറിലെ റെന്റ് നമുക്ക് കിട്ടുന്നത് ജനുവരി മാസമായിരിക്കും. പക്ഷെ അതെന്ത് ചെയ്യണം? ജനുവരി മാസത്തെ കിട്ടുന്നെങ്കിൽ പോലും ഡിസംബർ മാസത്തെ റെന്റ് ആണെങ്കിൽ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും, അതേപോലെ തന്നെ ഡിസംബർ മാസത്തെ സാലറി നമ്മൾ കൊടുക്കുന്നത് ജനുവരിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ജനുവരിയിലെ കൊടുക്കാൻ പോകുന്ന സാലറിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ വർഷത്തിലേക്ക് ആക്കുകയും വേണം. അതേപോലെ തന്നെ ഈ വർഷത്തെ ജനുവരി മാസത്തിൽ എന്ത് ചെയ്യും? കഴിഞ്ഞ 2019 ഡിസംബറിലെ സാലറി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതിനെ അതിൽ നിന്ന് ഒഴിവാക്കണം, നമ്മുടെ കണക്കിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അത് 2019 ബന്ധപ്പെട്ടാണ്. അപ്പൊ 2019 ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതേപോലെ തന്നെ 2020 ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് ഉൾപ്പെടുത്തുകയും. ഇത്രമാത്രം, വളരെ സിമ്പിളാണ്. 2020 കണക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ 2020 ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിലേക്ക് കൊണ്ടുവരണം. 2020 ബന്ധമില്ലാത്ത കാര്യങ്ങളെയൊക്കെ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. 2020 ബന്ധമില്ലാത്ത എക്സ്പെൻസിനെയും ഇൻകത്തിനെയും എല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും കൂടി ചെയ്യും. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാച്ചിങ് കൺസെപ്റ്റ് എന്നതാണ് പറയുന്നത്. മാച്ചിങ് കൺസെപ്റ്റ്, 8ാമത്തെ മാച്ചിങ് കൺസെപ്റ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ബിസിനസ്സും ബിസിനസ്സിനോടുള്ള സെപ്പറേറ്റ് ആണെന്നുള്ളത്. രണ്ടാമത്തെ മണി മെഷർമെന്റ്, പണപരമായ മൂല്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പാടുള്ളൂ എന്നാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറയുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, സമീപ ഭാവിയിൽ ഒന്നും തന്നെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കുറെ കാലത്ത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് അക്കൗണ്ടിങ് ബിസിനസ് എന്ത് ചെയ്യണം? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്തും ഇതിൻ്റെതായ പ്രോഫിറ്റ്, ലോസ്, ഫൈനാൻഷ്യൽ പൊസിഷനും ഓപ്പറേറ്റിംഗ് റിസൾട്ടും ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോസ്റ്റ് കൺസെപ്റ്റ് ആണ്. നമ്മൾ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എത്രയായി നമുക്ക് ചെലവ്, നമ്മുടെ കയ്യിൽ എത്ര രൂപ ചെലവായി എന്നുള്ളതാണ് എഴുതേണ്ടത്. അല്ലാതെ മാർക്കറ്റ് പ്രൈസ് അല്ല അതിന്റെ എഴുതേണ്ടത്. ഇപ്പോൾ എത്ര വില കിട്ടും എന്നുള്ളതാണ് എഴുതേണ്ടത്. അതിന്റെ കോസ്റ്റ്, നമുക്ക് എത്ര രൂപ ചെലവായി എന്നുള്ളതാണ് എഴുതേണ്ടത്. ആറാമത്തെ ഡ്യുവൽ ആസ്പെക്ട് ആണ്. ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്
ഏത് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് ആസ്പെക്ട് ഉണ്ട്. റിസീവിങ് ആസ്പെക്ട്, ഒരു ഗിവിങ് ആസ്പെക്ട്. ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് ഇങ്ങോട്ട് കിട്ടുന്നു, റിസീവിങ് ആസ്പെക്ട്. അതിന് പകരമായി പൈസ നമ്മൾ കൊടുക്കുന്നത് ഗിവിങ് ആസ്പെക്ട്. അങ്ങനെ രണ്ട് ആസ്പെക്ട് എല്ലാ ട്രാൻസാക്ഷനും ഉണ്ടാവും. അതിനെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത റവന്യൂ റെക്കഗ്നീഷനാണ്. റവന്യൂ റെക്കഗ്നീഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റ് പ്രകാരം റവന്യൂ നമുക്ക് പൈസ എപ്പോഴാണോ കിട്ടുന്നത് അത് നമ്മൾ നോക്കേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഓണർഷിപ്പ്, ഒരു പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എഴുതണം. നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഓണർഷിപ്പ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം. അതേപോലെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ആ സമയത്ത് എഴുതാം. അതിന്റെ പൈസ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് പറയുന്നത്. അടുത്ത മാച്ചിങ് കൺസെപ്റ്റാണ്. മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്യണം. ഒരു വർഷത്തിനുള്ളിൽ ഒരു പ്രത്യേക പീരീഡാണ് എടുക്കുന്നതെങ്കിൽ ആ പീരീഡിലെ എക്സ്പെൻസ് ആ പീരീഡിലെ ഇൻകവും തമ്മിൽ വേണം കമ്പയർ ചെയ്യാനായിട്ട്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം. പ്രത്യേകമായിട്ട് 2020 കണക്കാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ 2020 എക്സ്പെൻസ് മാത്രം നമ്മൾ ഇവിടേക്ക് എഴുതുക. 2019 2021 ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും 2020 കണക്കാണ് എഴുതുന്നതെങ്കിൽ 2020 ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് കൊണ്ടുവരിക. 2019 2021 ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് മാച്ചിങ് കൺസെപ്റ്റ്. അപ്പം ഇൻകവും എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാലയളവിൽ ആ കാലയളവിലെ എക്സ്പെൻസും ഇൻകവും തമ്മിൽ വേണം കമ്പയർ ചെയ്യാനുള്ളതാണ് ഇവിടെ പറയുന്നത്. 8 കൺസെപ്റ്റാണ് നമ്മളിവിടെ പഠിച്ചത്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കൂടുതലായിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടാവാം. പ്രത്യേകമായിട്ട് കൺസെപ്റ്റുകളാണ്, അക്കൗണ്ടിങ് ബേസിക് ആയിട്ടുള്ള റൂൾസും കൺസെപ്റ്റുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടാകും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വോയിസ് ആയിട്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലിയർ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ട്യൂഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചോദിക്കാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡൗട്ടുകൾ ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ഈ ചാപ്റ്റർ പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് കാണാം. വിക്ടേഴ്സിൻ്റെ ക്ലാസ് വരുന്ന സമയത്ത് അതുകൂടി കേൾക്കുക. കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഡൗട്ടുകളെല്ലാം ഞാൻ ചോദിക്കുകയും ചെയ്യും.